എന്തൂസിയാസം എന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മൂലപദത്തിന്റെ അർത്ഥം പറഞ്ഞാൽ ദൈവികമായത് എന്നുള്ളതാണ്. ദൈവികമായത്. ഒരാൾ ഉത്സാഹത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ദൈവികത നിറഞ്ഞിരിക്കുന്നു. ഉത്സാഹത്തോടെ നടക്കുന്ന ആളെ ദൈവികനായ ഒരു മനുഷ്യൻ എന്നൊക്കെ പറയാം. ഇംഗ്ലീഷിലെ പരിഭാഷയാണ് എന്തൂസിയാസം. ഓരോ ദിവസവും ഭയരാഹിത്യം, അതായത് ഭയത്തെ പുറത്താക്കിയിട്ട് എന്തൂസിയാസം ആ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു 15 ദിവസത്തോടെ ഓരോ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ വളരെ എന്തൂസിയാസത്തോടു കൂടി എണീക്കുക. ഈ ജീവിതം പുതിയൊരു അവസരങ്ങൾ നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നതായിട്ടും പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായിട്ടും ഇന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം പുതിയതാണെന്നും ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് ഒരു പ്രഭാതത്തിൽ ഓരോ പ്രഭാതത്തിലും വളരെ എന്തൂസിയാസത്തോടു കൂടി ദൈവികമായ ചിന്തകളോടുകൂടി ഉണരുക. അപ്പോൾ എന്തൂസിയാസം എന്നുള്ള വാക്കിൻ്റെ മൂലപദം തന്നെ അർത്ഥം തന്നെ ദൈവികമായ ചിന്തകളോടുകൂടി ഉണരുക, ഉത്സാഹത്തോടുകൂടി ഉണരുക. വൈകിട്ട് അതുപോലെ കിടക്കാൻ പോകുമ്പോഴത്തേക്ക് ഉത്സാഹത്തോടുകൂടി പകൽക്കാലം ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് വീണ്ടും കിടക്കിലേക്ക് കിടക്കുക. അപ്പോൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്തൂസിയാസ്റ്റിക് പേഴ്സൺ അല്ലെങ്കിൽ ദൈവികമായ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. ജീവിതത്തിൽ എന്തൂസിയാസം, ദൈവികത എന്ന് പറയുന്ന ഈ എന്തൂസിയാസവും ദൈവികതയും ഒരേ പദത്തിൻ്റെ സിമിലാരിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവികത നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വളരെയേറെ ഉത്സാഹത്തോട് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും പ്രതിഫലത്തിന് വേണ്ടിയല്ല ഓരോ കാര്യങ്ങളും ഓരോ പ്രഭാതത്തിലും ഉണർന്നെണിഞ്ഞ് കഴിയുമ്പോൾ ആ പകൽക്കാലം ചെയ്യുന്നത്. നിങ്ങൾ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുക. പലർക്കും എന്തൂസിയാസം എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിച്ച് എന്തൂസിയാസം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. പലപ്പോഴും ഒരു പ്രസന്റ് മൂവ്മെൻറ്റ്, ഒരു യുദ്ധമുഖത്തേക്ക് പുറപ്പെടുന്ന ഒരു പടയാളിക്ക് യുദ്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ രാത്രിയിൽ വളരെയധികം ഭയമുണ്ടാകും. പക്ഷേ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പടയാളിയോട് ചോദിച്ചാൽ ഷെല്ലുകൾ വീഴുന്നുണ്ടാവാം, യുദ്ധം നടക്കുന്നുണ്ടാവാം, അവന് ഭയമേ അവിടെ ഇല്ല. അവൻ യുദ്ധമുഖത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ എന്തൂസിയാസത്തോടു കൂടി കടക്കുമ്പോൾ അവൻ്റെ ജീവിതം കൂടുതൽ ദൈവികമായി തീരുന്നു. എന്തൂസിയാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇതാണ്. എന്തൂസിയാസത്തോടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നുമല്ല, അവൻ ഒറ്റയ്ക്കിരിക്കാനുള്ള കഴിവും അവൻ ആർജിച്ചിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒറ്റയ്ക്കൊരു മനുഷ്യനെ ഫേസ് ചെയ്യാനാണ് പലർക്കും ഭയം. അതുകൊണ്ടാണ് ചില മനുഷ്യർ സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സ്ഥിരമായിട്ട് ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഭയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഭയരാഹിത്യമുള്ള ദൈവികമായ ഒരു മനുഷ്യൻ എന്തൂസിയാസ്റ്റിക് അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴും അവൻ്റെ ആ ദൈവത്വത്തോടു കൂടി അവൻ എൻജോയ് ചെയ്യാൻ സാധിക്കും. അവൻ്റെ ശൂന്യതയിലേക്ക് അവന് നോക്കുവാനും അവന് കഴിയുന്നതാണ്. എന്തൂസിയാസം എന്നുള്ള വാക്ക് ഒരു വൈഡ് മീനിങ് ആണ്. അപ്പോൾ ഇരുട്ട് ഉള്ളപ്പോൾ നമുക്കവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വെളിച്ചം കത്തിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെളിച്ചത്തോട് ഇരുട്ടിനെ കുറിച്ച് അറിയാവുമെന്ന് ചോദിച്ചാൽ വെളിച്ചത്തിന് ഇരുട്ടിനെ അറിയത്തില്ല. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പലപ്പോഴും എന്തൂസിയാസം നിങ്ങളുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരിക. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ ഗോഡ്ലിനെസ് ആണ്. നിങ്ങൾ എന്തൂസിയാസ്റ്റിക്കായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ ദൈവികതയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്തൂസിയാസ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി പൂർണ്ണമായി പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുക എന്ന് മാത്രം ഉത്ബോധിപ്പിക്കുന്നു. എല്ലാവരും എന്തൂസിയാസം ഉണ്ടാകട്ടെ, ജീവിതത്തിൽ നിറയെ.